പിഴവ് സമ്മതിക്കില്ല ഒരിക്കലും. നിങ്ങൾക്കറിയാലോ, എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം, ആരും പിഴവ് സമ്മതിക്കില്ല. അവർ പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചു. ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളും സംവിധാനങ്ങളോടും കൂടിയാണ് പരിശോധന നടത്തിയത്. ആരും തന്നെ പിഴവ് സമ്മതിക്കില്ല സർ, ആരും പിഴവ് സമ്മതിക്കില്ല. എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത്രയും ഗുരുതരമായ രീതിയിലുള്ള അനാസ്ഥയാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടി തന്നെയാണ് സാർ, ഇത് വേറൊന്നുമല്ല. പണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇതിൽ ഒരുപോലെ പാർട്ട്നേഴ്സാണ്. സാധാരണ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് പബ്ലിക് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജയിച്ച ഒരു അനുഭവം നമുക്ക് കാണാറില്ല. ഒരിക്കലും എനിക്ക് എൻ്റെ അറിവനുസരിച്ച് നമുക്കിത് കേസ് ജയിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിത് കേസ് ജയിക്കണമെന്നോ ഒരു കോമ്പൻസേഷൻ വേണമെന്നോ വിചാരിച്ചിട്ടല്ല ഇവിടെ വന്നത്. കോമ്പൻസേഷൻ എന്നുള്ള കാര്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചർച്ചയ്ക്ക് വിടുന്നതാണോ? ഇല്ല, അത് വെച്ചിട്ടില്ല. നമുക്കതിലൊരു പ്രാധാന്യമുള്ള കാര്യമല്ല അത്. കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഈ കേസ് ജയിക്കുമെന്നുള്ള ധാരണയോടെ അല്ല നമ്മളിവിടെ വന്നതും. നമ്മളെ കുട്ടീനെ കിട്ടുമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അത് കിട്ടിയില്ല. ഇനി അതിലൊരു തിരിച്ചില്ല. ഈ കുട്ടിയുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്തിരുന്നു അവരിങ്ങനെ? പ്രീവിയസ് ഹിസ്റ്ററി ജസ്റ്റ് പറഞ്ഞിരുന്നു അവരോട്. മറ്റ് ഹിസ്റ്ററി നോക്കാനോ കാര്യങ്ങളൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, വാക്കാൽ പറഞ്ഞു, അവരത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ട്രീറ്റ്മെന്റ്. അതാണ് അവരുടെ കൺസെന്റ് ആണ്. എല്ലാവരും വളരെ ഡേഞ്ചറസ് ആണ്. മറ്റ് ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം അനസ്തേഷ്യ കൊടുക്കാറില്ല എന്നല്ല സാർ, അത് വളരെ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ അത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കറിയാലോ. ഞാൻ 3-ാം ദിവസം ഒരു ട്രീറ്റ്മെന്റും കൂടാതെ ഇന്ന് മുതൽ ആ കുട്ടി 5-ാം ദിവസം മുതൽ ഈ കഴിഞ്ഞ 10-ാം ദിവസം കുട്ടി മരിക്കുന്നത് വരെയും ആ ഒരു മുറിവിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഒരു ബാൻഡേജോ വിത്ത് ഒരു പഞ്ഞി ഒട്ടിച്ചതേ ഉള്ളൂ. ആ പഞ്ഞി ഞാൻ ഇന്ന് നോക്കി എടുത്ത് മാറ്റിയിരുന്നു. ആ പഞ്ഞി എടുത്ത് മാറ്റിയപ്പോൾ ആ മുറിവിൻ്റെ ഒരു കല മാത്രമേ അവിടെയുള്ളൂ. അത്രയും വലിയ ഡീപ്പായിട്ടുള്ളൊരു വൂണ്ടാണെങ്കിൽ അത് മുറിവ് ഒരിക്കലും ഉണങ്ങില്ല, ഇൻഫെക്റ്റഡ് ആവും, ഉണങ്ങില്ല. അത് ഉണങ്ങി, മുറിവ് പോയി, എൻ്റെ മോനും പോയി. ഇവരുടെ ഒരു സീരിയസ് ആയ ഒരു ആറ്റിറ്റ്യൂഡിനായിരുന്നു നിങ്ങളോട് ഉണ്ടായിരുന്നത് മാനേജ്മെന്റ്? നമുക്ക് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല സാർ. മാനേജ്മെന്റ് തീരുമാനിച്ചു. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവിടെയുള്ള പയ്യന്നൂർ ബേബി മെമ്മോറിയലിന്റെ ഭാഗത്തുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. പോലീസ് ഡിവൈഎസ്പി സാർ ഉണ്ടായിരുന്നു. ഡിവൈഎസ്പി സാറാണ് പ്രതികരിക്കാന്നുള്ള ഉറപ്പ് തന്നത്. അവർ വാക്കാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാർ.